എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളതിന് സിനിമ കാണാൻ എന്ത് ചെയ്യും? ജൂണൊന്നും പോലെ പുതിയ പ്രൊഡക്ഷൻ ഒന്നുമില്ല. 200ഓളം പടം 2024 ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് 24ഓളം പടങ്ങളാണ് കഷ്ടി കുഷ്ടി ജയിച്ചത്. ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാൻ ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിന് 100 കോടി രൂപ ഷെയർ വന്നത്. ഷെയർ വന്ന പടം ഞങ്ങൾ ഷെയറാണ് കൂട്ടുന്നത്, അല്ലാതെ ലോകത്തുള്ള കോസ്റ്റ് ഒന്നും അല്ല കൂട്ടുന്നത്. ഷെയർ വന്ന 100 കോടി ക്ലബിൽ വന്ന ഒരു പടം പറയും. ഈ നിർമ്മാതാക്കൾ സംഘടനയുള്ളവർ തന്നെ പറയും എന്റെ സിനിമയ്ക്ക് 100 കോടി അവർ തന്നെ പോസ്റ്റർ ഇറക്കുന്നത്. അത് റേപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് അറിയാവുന്നേ, ഇത് നേരത്തെ പോലെ വളരെ ചർച്ചയായിട്ട് മണി ഗാംബ്ലിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടികൾ ഉണക്കാൻ ഈ ഊതറ പടമൊക്കെ എടുക്കാൻ ആൾക്കാർ ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കാനുള്ള ശ്രമം അതുപോലെ ചർച്ച വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ താരങ്ങളുടെ വേദന ആരാ കൂട്ടണം? നിങ്ങൾ തന്നെയല്ലേ. ഒരാൾ പ്രേമ കഥയാണെങ്കിൽ ആ പ്രേമ കഥയാണ് പിന്നെ കുറേ നാൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ നടൻ്റെ പുറകെ ഇങ്ങനെ പറഞ്ഞ പേയ്മെന്റ് അവൻ്റെ സമയം കിട്ടാൻ വേണ്ടി ഓഫർ കൊടുത്ത് അവനെയാണ് ടോപ്പാക്കണം. ആ ആക്ടർമാരും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ വേലെടുക്കുന്ന ഒരു കാലം വരെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അവർക്കറിയാം. അവർ പേയ്മെന്റ് പറയും, ആവശ്യം പേയ്മെന്റ് പറയുന്ന നല്ല കഥയാണെങ്കിൽ നല്ല ചിത്രമാണെങ്കിൽ അത് ഉത്തരവാദിത്വം ചെയ്യാൻ അവരെ ഏൽപ്പിക്കണം. ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു നടന്മാരായിക്കോട്ടെ, അതിന് നഷ്ടസാധ്യത ഉണ്ടെങ്കിൽ ഇവർ അതിന് പേയ്മെന്റ് വാങ്ങുക, അതിനൊരു ബാധ്യത അവർ ഏറ്റെടുക്കണം. ഇതിപ്പോൾ ഒരുപാട് ലക്ഷം ആൾക്കാരുടെ വരുമാന മാർഗ്ഗമാണ് സിനിമ. അതിൽ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു വിനോദമാർഗ്ഗമാണ് സിനിമ. അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ പൈസ ഇങ്ങനെ മറിയുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ നല്ല കഥ ഉണ്ടാക്കി നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ അതൊരു കമ്പൻസ് ആയിട്ടോ എല്ലാവരും ഒരു ബാധ്യതയായ രീതിയിൽ ചെയ്യുക. പിന്നെ ഒരു ഉത്തരവാദിത്തം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഈ സിനിമ കണ്ടില്ല എന്ന് വെച്ച് ഇവിടെ ആൾക്കാർക്ക് ഉറക്കം വരാതിരിക്കൊന്നുമില്ല അല്ലേ? നല്ല പടങ്ങളൊന്നും ഇനി ആൾക്കാർ ആസ്വദിക്കുക. അതുകൊണ്ട് നല്ല പടങ്ങൾ, നല്ല കണ്ടന്റ് ഉള്ള പടങ്ങൾ, സ്റ്റാർഡമിൻ്റെ പുറകെ പോകാതെ നല്ല കണ്ടന്റ് ഉള്ള പടം ഇറക്കിക്കോ. പടം വിജയിക്കും സുരേഷ് ചേട്ടാ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അതാണ് ശരി.